ഹായ് ഓൾ, ഇന്നോവേറ്റീവ് ആൻഡ് ത്രിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതിയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും ചെറിയൊരു ഏണിങ്സ് മൊബൈലിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഷെയർ ആക്കുന്നതിലൂടെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ പേര് ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ സൈറ്റിൻ്റെ പേര് യൂണിസോൺ എന്നാണ്. ഇതിന് ആപ്ലിക്കേഷനും ഉണ്ട്. ഞാൻ സൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ യൂണിസോൺ എന്നുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് പേയ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു 110-120 വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം 1000-ന് മേളിൽ ഏൺ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അത് ഞാൻ ഇവിടെ ഈ വീഡിയോ ഒന്നുണ്ട്. എനിക്കൊരു 110 വ്യൂ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 110 വ്യൂ വാട്സപ്പ് സ്റ്റാറ്റസിന് കിട്ടുമ്പോൾ എത്ര ഏണിങ്സ് ഒരു മന്ത് ഉണ്ടാക്കാമെന്ന് അവർ കാണിക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് വേറെ പൈസയുടെ കാര്യങ്ങൾ, അതായത് പൈസ അങ്ങോട്ട് കൊടുക്കുന്ന പണിയൊന്നുമില്ല. അവർ തരുന്ന ആഡ്സ് നമ്മൾ പ്ലേസ് ആക്കുക വാട്സപ്പിൽ. എന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിൻ്റെ 24 മണിക്കൂർ ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ടൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് മാത്രം നമ്മൾ ചെയ്യേണ്ട പണിയുള്ളൂ. പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആ പേയ്മെൻറ്റ് നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ യൂണിസോൺ എന്നുള്ള ആപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ഒന്നിൽ ഡൗൺലോഡ് ചെയ്ത് കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സിങ്ക് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്താൽ മാത്രം മതിയാവും. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈനിങ് ആയിക്കോളും. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈനിങ് കൊടുക്കുകയാണ്. സൈനിങ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡാണ്. അതിൽ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് സിങ്ക് ചെയ്യാൻ വരും. നമ്മൾ ഗെറ്റ് ഫ്രം ഗൂഗിൾ എന്നുള്ളത് കൊടുത്താൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ എത്ര കോൺടാക്ട്സ് നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ഇമെയിൽ ഐ ഡി ആയിട്ട് സിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ പിൻകോഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടെ സിങ്ക് ആയിക്കോളും. നമ്മളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗെറ്റ് ഫ്രം ഗൂഗിൾ എന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ലൊക്കേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ പിൻകോഡ് എത്രയാണെന്ന് വരെ അവിടെ കാണിച്ചോളും. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷനും കൊടുത്തു കഴിയുമ്പം ലൊക്കേഷനും കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ ഓണാക്കി ഇടണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അതിലും സിങ്ക് ചെയ്ത ശേഷം നമ്മൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു ലിങ്ക് ഷെയർ ആക്കാൻ വരും. അവർ തന്നെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വാട്സപ്പിലോട്ട് വെരിഫൈ മൈ അക്കൗണ്ട് എന്നുള്ളതുണ്ടോ, അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആകും. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഇടേണ്ട ഫസ്റ്റ് ആഡ് അവിടെ കാണിക്കുന്നത് ഏൺ 7.6 എന്ന് പറഞ്ഞൊരു ആഡ് കിടക്കുന്നുണ്ട്. ആ ആഡ് എടുത്തിട്ട് ഷെയർ ഓൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയി അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഷെയറിങ് യുവർ സ്റ്റാറ്റസ് എന്ന് കൊടുക്കുക. നമ്മുടെ വാട്സപ്പിൻ്റെ സിമ്പിളുണ്ടോ, വാട്സപ്പിൻ്റെ സിമ്പിൾ എടുത്തിട്ട് മൈ സ്റ്റാറ്റസിലോട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ കോൺടാക്റ്റ് ഫുള്ള് ഓണാക്കിയിട്ടാൽ മാത്രമേ നമുക്ക് വ്യൂ കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ കോൺടാക്റ്റ് എല്ലാവർക്കും കാണുന്ന വിധത്തിൽ ഓണാക്കിയിടുക സ്റ്റാറ്റസ്. എന്നിട്ട് ഷെയർ ആക്കി കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണോ അപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സ്ക്രീൻഷോട്ട് ഷെയറിങ് വിൽ ബി എന്ന് കിടക്കുന്നുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഏണിങ്സ് ഇവിടെ ഇങ്ങനെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. നമുക്ക് ഓരോ ഇതിലും കിട്ടുന്ന വ്യൂസ് എത്രയാണെന്ന് വെച്ചാൽ ആ സ്ക്രീൻഷോട്ട് ഷെയറിങ് ആയി കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് കണ്ട ആൾക്കാരുടെ എണ്ണവും അതുപോലെ തന്നെ ടൈമും കാണുന്ന വിധത്തിൽ വേണം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്. അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പിക്ചർ കൃത്യമായിട്ട് സ്റ്റാറ്റസിൽ കാണാനും പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടുകയുള്ളൂ. നമ്മൾ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ ആ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തതിൻ്റെ അവിടെ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇതൊക്കെ എനിക്ക് കിട്ടിയ ഏണിങ്സ് ആണ്. ഞാൻ സ്റ്റാറ്റസ് വെച്ചത് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ മറന്നു പോയതുകൊണ്ട് എനിക്ക് അത്രയും കുറവ് ഏണിങ്സ് കിട്ടിയത്. എനിക്കിപ്പം 50 രൂപ ആയി കഴിയുമ്പോൾ വിഡ്രോ ചെയ്യാം. നമുക്കിതെങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യത്തെ 15, പിന്നെ 20, 25 അങ്ങനെ 50 വരെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓരോ ക്രൈറ്റീരിയ ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഭാഗമാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് അപ്രൂവ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് വരും. അത് കഴിയുമ്പോഴത്തേക്ക് അത് അപ്രൂവ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ പൈസ ക്രെഡിറ്റ് ചെയ്ത് തരുന്നതാണ്. ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്